ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് രീതികളും അതിൻ്റെ അടിസ്ഥാന ട്രെയിനിങ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ്സ് ഇവയാണ്: ഇരയെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും രക്ഷിക്കുക, ഇരയെ നെൽസൺസ് ആം അതായത് ലിഫ്റ്റ് ബാക്ക് പ്രഷർ മെത്തേഡ് യൂസ് ചെയ്ത് രക്ഷിക്കുക, ഷാഫേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് രക്ഷിക്കുക, കൃത്രിമ ശ്വാസം കൊടുത്ത് ഇരയെ രക്ഷിക്കുക, വായിൽ നിന്നും മൂക്കിലേക്ക് ശ്വാസം കൊടുത്ത് രക്ഷിക്കുക, കാർഡിയാക് അറസ്റ്റിൻ്റെ ഇരയെ CPR നൽകി രക്ഷിക്കുക, രക്തസ്രാവമുള്ള ഇരയുടെ ചികിത്സ, തീ അണയ്ക്കാൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാം, വർക്ക്ഷോപ്പ് സുരക്ഷയിലും ഡിസിപ്ലിനിലും പരിശീലിപ്പിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇരയെ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും രക്ഷിക്കുക. ഇരയുടെ ശ്വസനത്തെ തടസ്സപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ അഴിക്കുക. അവന്റെ വായിൽ നിന്ന് കൃത്രിമ പല്ലുകൾ ഉൾപ്പെടെ ഏതെങ്കിലും വസ്തു നീക്കം ചെയ്യുക. അവനെ തറനിരപ്പിലേക്ക് കൊണ്ടുവരിക. കൃത്രിമ ശ്വാസോച്ഛ്വാസം ആരംഭിക്കുക. ഒരു ഡോക്ടറെ വിളിക്കുക. നെൽസൺ കൈകൊണ്ട് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. മർദ്ദമുയർത്തുക. കാണിച്ചിരിക്കുന്നതുപോലെ ഇരയെ വയ്ക്കുക. നിങ്ങളുടെ കാൽമുട്ടുകൾ ഇരയുടെ കൈകളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മുട്ടുകുത്തുക. ഇരയുടെ പുറകിൽ നിങ്ങളുടെ കൈകൾ വയ്ക്കുക. നിങ്ങളുടെ കൈകൾ ഏതാണ്ട് ലംബമാകുന്നതുവരെ നിവർന്നു നിൽക്കുകയും ഇരയുടെ പുറകിൽ സ്ഥിരമായി അമർത്തുകയും ചെയ്തുകൊണ്ട് പതുക്കെ മുന്നോട്ട് വളയുക. പിന്നിലേക്ക് വളയുമ്പോൾ നിങ്ങളുടെ കൈകൾ ഇരയുടെ കൈകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്യണം. കൂടാതെ കൈമുട്ടിന് മുകളിൽ അവന്റെ മുകൾ ഭാഗം പിടിക്കുക. നിങ്ങൾ പൂർണ്ണമായും പിന്നിലേക്ക് വളയുമ്പോൾ ഇരയുടെ കൈകൾ പതുക്കെ നിങ്ങളുടെ നേരെ വലിക്കുക. സൈക്കിൾ പൂർത്തിയാക്കാൻ ഇരയുടെ കൈകൾ താഴ്ത്തി നിങ്ങളുടെ കൈകൾ പ്രാരംഭസ്ഥാനത്തേക്ക് മാറ്റുക. ഇര സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങുന്നതുവരെ ഇത് ചെയ്യുക. പൂർണ്ണബോധം വരുന്നതുവരെ അയാൾക്ക് ഒരു ഉത്തേജകവും നൽകരുത്. ഷാഫേഴ്സ് രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ഇരയെ വയ്ക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ മുട്ടുകുത്തുക. ഇരയുടെ തുടകൾ രക്ഷാപ്രവർത്തകന്റെ കാൽമുട്ടുകൾക്കിടയിലായിരിക്കണം. കാണിച്ചിരിക്കുന്നതുപോലെ കൈകളും വിരലുകളും വയ്ക്കുക. നിങ്ങളുടെ കൈകൾ ഏതാണ്ട് ലംബമാകുന്നതുവരെ നിവർന്നു നിൽക്കുകയും ഇരയുടെ പുറകിൽ സ്ഥിരമായി അമർത്തുകയും ചെയ്തുകൊണ്ട് പതുക്കെ മുന്നോട്ട് വളയുക. ഇത് ഇരയുടെ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളുന്നു. നിങ്ങൾ പിന്നിലേക്ക് വളയുമ്പോൾ ഇരയുടെ എല്ലാ സമ്മർദ്ദവും പൂർണ്ണമായും നീക്കം ചെയ്യുക. ഇത് ശ്വാസകോശത്തിലേക്ക് വായു വീണ്ടും നിറയ്ക്കാൻ അനുവദിക്കുന്നു. 2 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും മുന്നോട്ട് നീങ്ങുക. മിനിറ്റിൽ 12 മുതൽ 15 തവണ വരെ സൈക്കിൾ ആവർത്തിക്കുക. ഇര സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങുന്നതുവരെ ഇത് ചെയ്യുക. മൗത്ത് ടു മൗത്ത് രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ ഇരയെ വയ്ക്കുക. ഇരയുടെ തല പിന്നിലേക്ക് ചരിക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ മുകളിലും താഴെയുമുള്ള താടിയെല്ലുകൾ സ്ഥാപിക്കാൻ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിക്കുക. വായു കടക്കാത്ത സമ്പർക്കം കാണിക്കുന്നതുപോലെ ആഴത്തിലുള്ള ശ്വാസമെടുത്ത് ഇരയുടെ വായ്ക്ക് മുകളിൽ വായ വയ്ക്കുക. ഇരയുടെ മൂക്കടയ്ക്കുക. നേരിട്ടുള്ള സമ്പർക്കം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇരയുടെ വായിൽ ഒരു പോറസ് തുണി വയ്ക്കുക. ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ വായ അവന്റെ വായ്ക്കും മൂക്കിനും മുകളിൽ വയ്ക്കുക. ഇരയുടെ വായിൽ ഊതുക. ഒരു ശിശുവിന്റെ കാര്യത്തിൽ സൗമ്യമായി അവന്റെ നെഞ്ച് ഉയരുന്നതുവരെ നിങ്ങളുടെ വായ നീക്കം ചെയ്ത് മൂക്കിലെ പിടിവിടുക. അവനെ ശ്വാസം വിടാൻ അനുവദിക്കുക. വായു പുറത്തേക്ക് ഒഴുകുന്നത് കേൾക്കാൻ നിങ്ങളുടെ തല തിരിക്കുക. ആദ്യത്തെ 8 മുതൽ 10 വരെ ശ്വസനങ്ങൾ ഇരയുടെ പ്രതികരണം പോലെ വേഗത്തിലായിരിക്കണം. അതിനുശേഷം നിരക്ക് മിനിറ്റിൽ 12 തവണയായി കുറയ്ക്കണം. ഒരു ശിശുവിന് 20 തവണ. മൗത്ത് ടു നോസ് രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ഇരയുടെ വായ തുറക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയാത്ത തടസ്സമുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കുക. ഇരയുടെ ചുണ്ടുകൾ അടയ്ക്കാൻ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ചുണ്ടുകൾ മൂക്കിനു ചുറ്റും ദൃഢമായി വയ്ക്കുക. അവയിലേക്ക് ശ്വസിക്കുക. ഇരയുടെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇര പ്രതികരിക്കുന്നതുവരെ ഇത് 10 മുതൽ 15 തവണ ആവർത്തിക്കുക. ഡോക്ടറുടെ വരവ് വരെ ഈ വ്യായാമം തുടരുക. ഹൃദയസ്തംഭനത്തിന് വിധേയനായ ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ഇര ഹൃദയസ്തംഭനത്തിലാണോ എന്ന് വേഗത്തിൽ പരിശോധിക്കുക. ഹൃദയമിടിപ്പ് നിലച്ച സന്ദർഭങ്ങളിൽ നിങ്ങൾ ഉടനടി പ്രവർത്തിക്കണം. കഴുത്തിൽ ഹൃദയമിടിപ്പിന്റെ അഭാവം, ചുണ്ടുകൾക്ക് ചുറ്റും നീലനിറം,
കണ്ണുകളിലെ വികസിച്ച കൃഷ്ണമണി എന്നിവയാൽ ഹൃദയസ്തംഭനം കണ്ടെത്താനാകും. ഇരയെ അവരുടെ പുറകിൽ ഉറച്ച പ്രതലത്തിൽ കിടത്തുക. നെഞ്ചിന് അഭിമുഖമായി മുട്ടുകുത്തി നിന്ന് താഴത്തെ ഭാഗം കണ്ടെത്തുക. നിങ്ങളുടെ കൈകൾ നേരെയാക്കുക. നെഞ്ചെല്ലിന്റെ താഴത്തെ ഭാഗത്ത് കുത്തനെ അമർത്തുക. എന്നിട്ട് സമ്മർദ്ദം വിടുക. മുമ്പത്തെ ഘട്ടം സെക്കൻഡിൽ 1 തവണ എന്ന നിരക്കിൽ 15 തവണ ആവർത്തിക്കുക. കാർഡിയാക് പൾസ് പരിശോധിക്കുക. ശരിയായ ശ്വാസം നൽകാൻ ഇരയുടെ വായിലേക്ക് തിരികെ നീക്കുക. മൗത്ത് ടു മൗത്ത് പുനരുത്തേജനം. 2 ശ്വാസത്തിനു ശേഷം 15 നെഞ്ച് കംപ്രഷൻ. ഈ ചക്രം തുടരുക. ഇടയ്ക്കിടെ പൾസ് പരിശോധിക്കുക. ഹൃദയമിടിപ്പ് തിരിച്ചെത്തിയാൽ കംപ്രഷൻ നിർത്തുക. സ്വാഭാവിക ശ്വസനം തിരിച്ചെത്തിയാൽ മൗത്ത് ടു മൗത്ത് ശ്വസിക്കുന്നത് നിർത്തുക. കാണിച്ചിരിക്കുന്നതുപോലെ ഇരയെ വീണ്ടെടുക്കൽ സ്ഥാനത്ത് വയ്ക്കുക. അവന്റെ ശരീരോഷ്മാവ് നിലനിർത്തി വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. രക്തസ്രാവമുള്ള ഇരയുടെ ചികിത്സ. രക്തസ്രാവത്തിന്റെ സ്ഥാനം നിർണയിക്കുക. സാധ്യമെങ്കിൽ പരിക്കേറ്റ പ്രദേശം ഹൃദയത്തിന് മുകളിൽ ഉയർത്തുക. അണുവിമുക്തമായ തുണി ഉപയോഗിച്ച് രക്തസ്രാവമുള്ള സ്ഥലത്ത് നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. 5 സെക്കൻഡ് സമ്മർദ്ദം നിലനിർത്തുക. 15 മിനിറ്റ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ രക്തസ്രാവം നിലച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മുറിവ് വൃത്തിയാക്കുക. മൃദുവായ മെറ്റീരിയൽ ഉപയോഗിച്ച് മുറിവ് ബാൻഡേജ് ചെയ്യുക. ഇരയെ ഡോക്ടറിൽ നിന്ന് ചികിത്സിക്കാൻ ഉപദേശിക്കുക. അഗ്നിശമന ഉപകരണത്തിന്റെ ഉപയോഗം. തീ കാണുമ്പോൾ തീ തീ എന്ന് വിളിച്ച് ചുറ്റുമുള്ള ആളുകളെ അറിയിക്കുക. തുടർന്ന് ഉടൻ അഗ്നിശമന സേനയെ അറിയിക്കുക. എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിച്ച് ആളുകളോട് പോകാൻ പറയുക. വൈദ്യുതി വിതരണം ഓഫ് സ്ഥാനത്ത് വയ്ക്കുക. തീയുടെ അടുത്തേക്ക് ആളുകളെ പോകാൻ അനുവദിക്കരുത്. തീയുടെ തരം തിരിച്ചറിയുക. പട്ടിക 1 റെഫർ ചെയ്യുക. തീ ബി ടൈപ്പാണെന്ന് കരുതുക. കാർബൺ ഡയോക്സൈഡ് തിരഞ്ഞെടുക്കുക. അഗ്നിശമന ഉപകരണം, അതിന്റെ കാലഹരണ തീയതി പരിശോധിക്കുക. മുദ്ര പൊട്ടിക്കുക. ഹാൻഡിൽ നിന്ന് സുരക്ഷാ പിൻ വലിക്കുക. അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീയുടെ താഴ്ഭാഗത്തേക്ക് അത് പ്രവർത്തിപ്പിക്കുക. ഇത് തീപിടുത്തത്തിന്റെ ഉത്ഭവത്തെ ഉന്മൂലനം ചെയ്യുന്നു. ഉപകരണത്തിന്റെ ഹാൻഡിൽ പതുക്കെ അമർത്തി കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുക. തീ അണയുന്നതുവരെ തീയുടെ 15 സെന്റിമീറ്റർ അകലം മുതൽ ഇരുവശങ്ങളിലേക്കും ഇത് പ്രയോഗിക്കുക. വർക്ക്ഷോപ്പ് സുരക്ഷയിലും അച്ചടക്കത്തിലും പരിശീലിക്കുക. വൃത്തിയാക്കൽ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ യന്ത്രങ്ങളും ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യുക. വായും മൂക്കും മറയ്ക്കാൻ മാസ്ക് ഉപയോഗിക്കുക. വൃത്തിയാക്കേണ്ട സ്ഥലങ്ങൾ, ഉപകരണങ്ങൾ, മെഷീൻ എന്നിവ തിരിച്ചറിയുക. ജംഗമ വസ്തുക്കൾ ഒരിടത്ത് സൂക്ഷിക്കുക. അവയെ ഗ്രൂപ്പ് ചെയ്യുക. ഒരു തുണി ഉപയോഗിച്ച് മെഷീനിലെ അല്ലെങ്കിൽ ഉപകരണങ്ങളിലെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ കണക്ഷന് കേടുപാടുകൾ വരുത്താതെ പൊടി ശ്രദ്ധാപൂർവം വൃത്തിയാക്കുക. വയർ ചെയ്ത ഭാഗങ്ങളിൽ നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയാക്കുക. എമറി ഷീറ്റ് ഉപയോഗിച്ച് ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ഭാഗങ്ങളിൽ തുരുമ്പ് നീക്കം ചെയ്യുക. തുടയ്ക്കുമ്പോഴും വൃത്തിയാക്കുമ്പോഴും മെഷീനിലെ ലൂബ്രിക്കന്റുകൾ നീക്കം ചെയ്യരുത്. ഒരു ബ്രഷ് അല്ലെങ്കിൽ തുണി സഹായിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് പൊടി വലിച്ചെടുക്കാൻ വാക്വം ക്ലീനർ ഉപയോഗിക്കുക. ലാബിൽ കാണുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് നിർദ്ദിഷ്ട ഡസ്റ്റ്ബിന്നിൽ ഇടുക. തറയിൽ ഗ്രീസോ എണ്ണയോ പടർന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുക. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളും ഉപകരണങ്ങളും അതത് സ്ഥലങ്ങളിൽ വയ്ക്കുക. ഇൻസ്ട്രക്ടറുടെ സാന്നിധ്യത്തിൽ വൃത്തിയാക്കിയ ശേഷം എല്ലാ മെഷീനുകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. വൃത്തിയാക്കുന്നതിനിടയിൽ നിങ്ങൾ കണ്ട അസാധാരണമായ കാര്യങ്ങൾ ഇൻസ്ട്രക്ടറുമായി ചർച്ച ചെയ്യുക. ഇൻസ്ട്രക്ടർ ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ട് തയ്യാറാക്കുക. വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഷോക്ക്, കാർഡിയാക് അറസ്റ്റ്, ബ്ലീഡിംഗ് അതായത് രക്തസ്രാവം, അഗ്നിശമനം ഇവയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.